വെൽക്കം മൈ ഡിയേഴ്സ്. ക്ലാസ് 9 മാത്സ് ഗണിത മഞ്ജരിയിലെ 4th ചാപ്റ്റർ എക്സ്പ്ലോറിങ് ആൾജിബ്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ ലാസ്റ്റ് എക്സസൈസ്, എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസിൽ 3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി 4th പ്രോബ്ലമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. 4th പ്രോബ്ലം, സിംപ്ലിഫൈ ദ ഫോളോയിങ്. ഫസ്റ്റത്തെ 4x² + 4x + 1 ഡിവൈഡഡ് ബൈ 4x² - 1. ആദ്യം നമുക്ക് ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഈ ന്യൂമറേറ്റർ 4x² + 4x + 1 ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്? x² + 2xy + y² വിച്ച് ഈസ് ഈക്വൽ ടു x + y ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ x² പകരം ഇവിടെ എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2xy, അതായത് 2 ഇൻറ്റു എക്സിന് പകരം എന്താ 2x, വൈക്ക് പകരം എന്താ 1 പ്ലസ് 1² അല്ലേ? x² + 2xy + y² വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 2x + 1 x + y ദ ഹോൾ സ്ക്വയർ. ആദ്യത്തെ, അതായത് ന്യൂമറേറ്ററിൻ്റെ ഫാക്ടർ കിട്ടി. ഇനി അടുത്തത് 4x² - 1. 4x² - 1 ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ്? x² - y² അല്ലേ? x² - y² എന്താ? x + y ഇൻറ്റു x - y. അപ്പോൾ ഇവിടെ 4x² - 1 ഇതിൻ്റെ x എന്താണ്? 2x + 1 ഇൻറ്റു 2x - 1 ദിസ് ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇതിന് പകരം നമുക്ക് ന്യൂമറേറ്ററിൽ എന്ത് എഴുതാം? 2x + 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x + 1 ഇൻറ്റു 2x - 1. അപ്പോൾ ഈ 2x + 1ഉം ഇവിടുത്തെ ഒരു 2xഉം പോയി. ബാക്കി എന്താ ഉള്ളത്? 2x + 1 ബൈ 2x - 1. ഇതാണ് ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫ്രാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 9 ഇൻറ്റു 3a³ - 24b³ ഡിവൈഡഡ് ബൈ 9a² - 36b². അപ്പോൾ ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 24 ഉണ്ട്. രണ്ടിലും കോമൺ ഫാക്ടർ എന്തുണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഈ 3 ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതെന്തായി? അതായത് 9 3a³ - 24b³ ഈക്വൽ ടു 9 ഇൻറ്റു ഇവിടെ 3യും കൂടി പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കി എന്താ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്? 3a³ 3 പുറത്ത് വന്നു, ബാക്കി a³ ഉണ്ട്. 24 3 പുറത്തേക്ക് വന്നു, ബാക്കി എന്തുണ്ട്? 8 ഇൻറ്റു 3 ആണ് 24. അപ്പോൾ 8b³ വന്നു അല്ലേ? ഡിവൈഡഡ് ബൈ 9a² - 36b². അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ 9 പുറത്തേക്ക് എടുക്കാം അല്ലേ? അപ്പം 9 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി? a² - 36. 9 ഇൻറ്റു 4 ആണ് 36. അപ്പോൾ 4b². അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 9 ഇൻറ്റു a² - 4b². ഈ 9ഉം ഈ 9ഉം ക്യാൻസലായി പോയി. ഇനി ഇവിടെ നോക്കിയേ, a³ - 8b³. a³ - 8b³ അതായത് x³ - y³ ഈക്വൽ ടു എന്താ? x³ - y³ ഈക്വൽ ടു x - y ഇൻറ്റു x² + xy + y². അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എക്സിന് പകരം എന്താ? a, വൈക്ക് പകരം എന്താ? 8b³ അതായത് 2b³ അല്ല, a³ - 2b ദ ഹോൾ ക്യൂബ് ആണ് a³ - 8b³. ഇവിടെ x - y അതായത് a - 2b ഇൻറ്റു x² + xy + y² അതായത് ഏതാ? a² പ്ലസ് x ഇൻറ്റു y 2ab പ്ലസ് b². ഇവിടെ എന്താ? 2b² ദാറ്റ് ഈസ് 4b². ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയേ, a² - 4b². ഇത് ഏത് ഫോമാ? x² - y² ഈക്വൽ ടു x + y ഇൻറ്റു x - y.
അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് 4b² എങ്ങനെ എഴുതാം? എ പ്ലസ് 2b ഇൻറ്റു എ മൈനസ് 2b, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി എന്താ ഇവിടെ? 2b. അപ്പോൾ 2bയുടെ സ്ക്വയർ എന്താ? 4b². ഇനി ഇവിടെ എ മൈനസ് 2b ഉണ്ട്. ഇവിടെ ആരാ ഉള്ളത്? സോറി, ഇവിടെ ഒരു 3 ഉണ്ട് കേട്ടോ, 3നെ മറക്കരുത്. ഇവിടെ എ മൈനസ് 2b, ഇവിടത്തെയും എ മൈനസ് 2b ക്യാൻസലായി. ഇനി ബാക്കി എന്ത്? ഈക്വൽ ടു 3 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 4b². ഇതിനെ നമുക്ക് എന്തെങ്കിലും ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ഒരു 4ab ആയിരുന്നെങ്കിൽ ഇത് എ പ്ലസ് 2b² ആവായിരുന്നു അല്ലേ? എ സ്ക്വയർ പ്ലസ് 4ab പ്ലസ് 4b² എന്ന് വന്നു കഴിഞ്ഞാൽ എ പ്ലസ് 2b² വന്നേനെ. പക്ഷേ ഇവിടെ എന്തായാലും 2ab ആണ്, അതുകൊണ്ട് അതിനെ അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ എ പ്ലസ് 2b. അടുത്ത ക്വസ്റ്റ്യൻ, s³ പ്ലസ് 125t³ ഡിവൈഡഡ് ബൈ s² മൈനസ് 2st മൈനസ് 35t². ഇതെങ്ങനെ ചെയ്യാം? s³ പ്ലസ് 125t³ ഇത് ഏത് ഫോമാണ്? x³ പ്ലസ് y³ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു x² മൈനസ് xy പ്ലസ് y² അല്ലേ? അപ്പോൾ ഇവിടെ s³ പ്ലസ് 125t³ നമുക്ക് എങ്ങനെ എഴുതാം? s³ പ്ലസ് 125നെ 5³ എന്ന് എഴുതാം. അപ്പോൾ 5t². അപ്പോൾ ഇത് ഏത് ഫോമായി? x³ പ്ലസ് y³ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് എസ് പ്ലസ് 5t ഇൻറ്റു x² മൈനസ് xy മൈനസ് 5st പ്ലസ് y² പ്ലസ് 25t². ന്യൂമറേറ്റർ നമുക്ക് എന്ത് കിട്ടി? എസ് പ്ലസ് 5t ഇൻറ്റു s² മൈനസ് 5st പ്ലസ് 25t². ഇനി നമുക്ക് അടുത്തത് ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടറൈസ് ചെയ്യാം. s² മൈനസ് 2st മൈനസ് 35t². ഇത് ഏത് ഫോമുല? ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എന്താ? x² പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അപ്പോൾ ഇവിടെ എക്സിന് പകരം എസ് ആണ്. ഇനി എയും ബിയും നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സിന് പകരം ഇവിടെ എസ് എന്ന വേരിയബിളാണ്. അപ്പോൾ ഈ എസ് എന്ന വേരിയബിൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്തുണ്ട്? മൈനസ് 2t. അതായത് സം എന്ത് കിട്ടണം? മൈനസ് 2t കിട്ടണം. പ്രൊഡക്റ്റ് എന്ത് കിട്ടണം? പ്രൊഡക്റ്റ് മൈനസ് 35t² കിട്ടണം. സമ്മും നെഗറ്റീവ്, പ്രൊഡക്റ്റും നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. ഇനി ഇവിടെ സമ്മ് നെഗറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 35 കിട്ടാനായിട്ട് മൈനസ് 7t പ്ലസ് 5t ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2t അല്ലേ? ഇനി മൈനസ് 7t ഇൻറ്റു 5t എന്ത് കിട്ടും? മൈനസ് 7 ഇൻറ്റു 5 35 t ഇൻറ്റു t². അപ്പോൾ ഇതെങ്ങനെ എഴുതാം? നമുക്ക് എയും ബിയും കിട്ടി. മൈനസ് 7t പ്ലസ് 5t ആണ്. അപ്പോൾ ഇതിനെ എസ് മൈനസ് 7t ഇൻറ്റു എസ് പ്ലസ് 5t എന്ന് എഴുതാം. ഇനി ഈ ഒരു നമ്പർ ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? s³ പ്ലസ് 125t³ നമുക്ക് എങ്ങനെ എഴുതാം? എസ് പ്ലസ് 5t ഇൻറ്റു s² മൈനസ് 5st പ്ലസ് 25t² ഡിവൈഡഡ് ബൈ എസ് മൈനസ് 7t ഇൻറ്റു എസ് പ്ലസ് 5t. ഇതിൽ എസ് പ്ലസ് 5t ഇവിടെയുണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, ക്യാൻസലായി പോയി. ഈക്വൽ ടു എന്ത് കിട്ടും? s² മൈനസ് 5st പ്ലസ് 25t² ഡിവൈഡഡ് ബൈ എസ് മൈനസ് 7t. Fifth question, find possible expressions for the length and breadth of each of the following rectangles whose areas are given by the following expressions in square units. First one, 25a² minus 30ab plus 9b². അതായത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഏരിയ ഈക്വൽ ടു എന്താ?
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്താണ് 25a² മൈനസ് 30ab പ്ലസ് 9b². ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലേ. 25a². ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 5a ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് വൈ. എക്സ് എന്താ? 5a. വൈ എന്താ? 9b² സ്ക്വയർ റൂട്ട് എന്താ? 3b. 2 ഇൻറ്റു 5 10. 10 ഇൻറ്റു 3 30ab. കറക്റ്റ് ആണല്ലോ. പ്ലസ് 9b² ഇത് 3b ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് y² ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് 5a, വൈ എന്താ? 3b ഹോൾ സ്ക്വയർ. അതായത് ഇതിൻ്റെ ലെങ്ത്ത് ഈക്വൽ ടു 5a മൈനസ് 3b, ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 5a മൈനസ് 3b. രണ്ടും എന്ത് തന്നെയാണ്? സെയിം ലെങ്ത്താണ്. വിച്ച് മീൻസ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വലാണ്. അതുകൊണ്ടാണ് ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് ഈക്വലായിട്ട് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ എന്താണ് തന്നിരിക്കുന്നത്? 36s² മൈനസ് 49t². ഇത് ഏത് ഫോമാ? x² മൈനസ് y² വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ ഇവിടെ x² പകരം ഇവിടെ 36s² പകരം എന്ത് എഴുതാം? 6s ദ ഹോൾ സ്ക്വയർ മൈനസ് 49t² പകരം 7t ഹോൾ സ്ക്വയർ. അപ്പോൾ x² മൈനസ് y² ഈക്വൽ ടു 6s പ്ലസ് 7t എക്സ് പ്ലസ് വൈ ഇൻറ്റു 6s മൈനസ് 7t. അതായത് ലെങ്ത്ത് 6s പ്ലസ് 7t ആൻഡ് ബ്രെഡ്ത്ത് 6s മൈനസ് 7t. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതൊരു സ്ക്വയർ അല്ല, ഇത് കറക്റ്റ് റെക്റ്റാങ്കിൾ തന്നെയാണ്. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് ഡിഫറെൻറ്റ് മെഷേഴ്സാണ് കിട്ടിയത് അല്ലേ. 6th ക്വസ്റ്റ്യൻ. ഫൈൻഡ് പോസിബിൾ എക്സ്പ്രഷൻസ് ഫോർ ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്സ് ഓഫ് ദ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്യൂബോയിഡ്സ് whose volumes are given by the following expressions in cubic units. First one, 6a² minus 24b². നമുക്കിവിടെ തന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആയിരുന്നു. ഇവിടെ നമുക്ക് വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഇൻ ക്യൂബിക് യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ക്യൂബോയിഡിൻ്റെ വോളിയം എന്താണ്? 6a² മൈനസ് 24b². ഇതെന്താണ്? ഇത് വോളിയമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഈ 3 ഡയമെൻഷൻ്റെയും മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 6a² മൈനസ് 24b². ഇനി ഇതിനെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ 3 ഇതായിട്ട് ഫാക്ടേഴ്സായിട്ട് തിരിക്കണം. അപ്പോൾ ഇവിടെ 6ഉം ഇവിടെ 24ഉം ഇതിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം? 6. ഇനി അടുത്തത് ബാക്കി എന്ത് വരും? a² മൈനസ് 4b². അപ്പോൾ ഇതെന്തായി? 6 ഈ 24 നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ മൈനസ് 4b² ആയി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? x² മൈനസ് y² ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് ഇവിടെ 6 ഉണ്ട്. ഇനി a² മൈനസ് 4b² നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് 2b ഇൻറ്റു a മൈനസ് 2b. ഇപ്പോൾ നോക്കിയേ, ഈ ഒരു എക്സ്പ്രഷനെ നമുക്കിങ്ങനെ 3 ഫാക്ടേഴ്സായിട്ട് കിട്ടി അല്ലേ. അപ്പോൾ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതിലേതെങ്കിലും ആയിക്കോട്ടെ. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്താ ഇതിപ്പോൾ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ എടുക്കാം. ലെങ്ത്ത് ഈക്വൽ ടു 6, ബ്രെഡ്ത്ത് ഈക്വൽ ടു a പ്ലസ് 2b, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ലെങ്ത്ത് ഈക്വൽ ടു a പ്ലസ് 2b, ബ്രെഡ്ത്ത് ഈക്വൽ ടു a മൈനസ് 2b, ഹൈറ്റ് ഈക്വൽ ടു 6. അടുത്ത ക്വസ്റ്റ്യൻ. 3ps² മൈനസ് 15ps പ്ലസ് 12p. ഇതാണ് വോളിയം. അപ്പോൾ ഇതിൽ നിന്ന് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഈ 3ഉം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3p ഉണ്ട്, ഇതിലും 3p ഫാക്ടർ ഉണ്ട്, ഇതിലും ഉണ്ട് 3p ആസ് എ ഫാക്ടർ. അപ്പോൾ ആ 3pനെ നമുക്ക് കോമൺ ആണ്, അതുകൊണ്ട് പുറത്തേക്ക് എടുത്തിട്ട് ബ്രാക്കറ്റിൽ ബാക്കി എന്ത് എഴുതാം?
3p പുറത്തേക്ക് എടുത്തു. ബാക്കി ഈ ടേമിൽ ഇനി എന്താ ഉള്ളത്? എസ് സ്ക്വയർ. 15PSCന്ന് മൈനസ് 15PSCന്ന് 3p പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ട്? 5s, കാരണം 3p പുറത്തേക്ക് എടുത്തു. ഇനി അടുത്തത് 12pന്ന് 3p പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഈക്വൽ ടു ഇനി എസ് സ്ക്വയർ മൈനസ് 5s പ്ലസ് 4 ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? ഇത് 3p. ഇനി ഇത് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന ഐഡൻറ്റിറ്റിയിലാണ് ഇരിക്കുന്നത്. അതായത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, അതാണ് ഇവിടെ എസ് സ്ക്വയർ മൈനസ് 5s പ്ലസ് 4. ഇപ്പോൾ ഇവിടെ സമ്മ് -5ഉം പ്രൊഡക്റ്റ് +4ഉം കിട്ടണം. അത് ഏതൊക്കെയായിരിക്കും? രണ്ട് പ്രൊഡക്റ്റ് 4ഉം 1ഉം അല്ലേ? അപ്പോൾ സമ്മ് -5, പ്രൊഡക്റ്റ് പോസിറ്റീവ്. അപ്പോൾ രണ്ടും പ്രൊഡക്റ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം. ഇപ്പോൾ ഇവിടെ സമ്മ് നെഗറ്റീവ് വന്ന കാരണം എന്താണ്? രണ്ടും, അതായത് എയും ബിയും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പം -4ഉം പ്ലസ് -1ഉം ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടി. -4 ഇൻറ്റു -1 ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് +4 കിട്ടി. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? എസ് -4 ഇൻറ്റു എസ് -1. ഇത് എങ്ങനെയാണ്? എസ് സ്ക്വയർ മൈനസ് 5s പ്ലസ് 4നെ നമുക്ക് എസ് -4 ഇൻറ്റു എസ് -1 എ പ്ലസ് ബി -4 -1 -5 ഇൻറ്റു എസ് പ്ലസ് എ ബി -4 ഇൻറ്റു -1 വിച്ച് ഈസ് +4. ഇപ്പം 3 ഫാക്ടേഴ്സായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. 3p ബ്രെഡ്ത്ത് എസ് -4, ഹൈറ്റ് എസ് -1. അടുത്ത ക്വസ്റ്റ്യൻ. The village playground is shaped as a square of side 40 meters. A path of width s meters is created around the playground for people to walk. Find an expression for the area of the path in terms of s. ക്വസ്റ്റ്യൻ എന്താണ്? വില്ലേജിൽ ഒരു പ്ലേ ഗ്രൗണ്ട്, ആ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ഷേപ്പിലുള്ള പ്ലേ ഗ്രൗണ്ട്. ഇനി ആ സ്ക്വയറിൻ്റെ സൈഡ് എത്ര വീതമാണ്? 40 മീറ്റർ വീതം സൈഡുള്ള സ്ക്വയർ ഷേപ്പുള്ള ഒരു പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും ഒരു പാത്ത് ഉണ്ടാക്കുകയാണ്. ആൾക്കാർക്കൊക്കെ നടക്കാനായിട്ടായിരിക്കും. അപ്പോൾ ആ പാത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയണത് എത്രയാണ്? എസ് മീറ്ററാണ്. അതായത് വിഡ്ത്ത്, അതായത് ഇങ്ങോട്ടേക്ക് എത്രയാ? എസ്. ഇതൊക്കെ എസ് തന്നെ. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പാത്തിൻ്റെ ഏരിയയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് എസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ടോട്ടൽ ഏരിയ, അതായത് ഈ മൊത്തം ഈ പ്ലേ ഗ്രൗണ്ടും പാത്തും അടക്കമുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ വില്ലേജ് പ്ലേ ഗ്രൗണ്ടിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ മൊത്തം ഏരിയയിൽ നിന്ന് ഈ ഏരിയ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക? നമുക്ക് ഈ പാത്തിൻ്റെ ഏരിയ ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഏത് ഏരിയ കണ്ടുപിടിക്കണം? ആദ്യം ഈ മൊത്തം ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് പിന്നെ ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ അതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ വലിയ സ്ക്വയറിൻ്റെ ഓരോ സൈഡ് എത്ര വീതമായിരിക്കും? ഒരു സൈഡ് നോക്കിയപ്പോൾ ഇവിടെ 40 മീറ്റർ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ നമുക്കറിയാം 40. ഈ ഒരു സൈഡ് എത്രയാ? എസ് മീറ്റർ. ഈ ഒരു സൈഡ് എസ് മീറ്റർ. അതായത് ഇത് മൊത്തം എത്ര മീറ്ററാണ്? ലെങ്ത്ത് 40 പ്ലസ് 2s. ഇവിടെ നോക്കിയാലും എത്ര തന്നെയാണ്? 40 പ്ലസ് 2s. അല്ല, ഇങ്ങോട്ട് എസ്, ഇങ്ങോട്ടും എസ്. ഏരിയ ഓഫ് ദ ബിഗ്ഗർ സ്ക്വയർ, അതിനെ നമുക്ക് A1 എന്ന് എടുക്കാം. ഈക്വൽ ടു എന്താ? ഇതിൻ്റെ സൈഡ് എന്താ? അല്ലെങ്കിൽ സൈഡ് ഓഫ് ദ ബിഗ്ഗർ സ്ക്വയർ എന്താ? സൈഡ് ഓഫ് ബിഗ് സ്ക്വയർ ഈക്വൽ ടു 40 പ്ലസ് 2s. അങ്ങനെയാണെങ്കിൽ ഏരിയ A1 ഈക്വൽ ടു
എന്താ സൈഡ് ഇൻറ്റു സൈഡ്, അതായത് 40 + 2s ഇൻറ്റു 40 + 2s ഈക്വൽ ടു എന്താ 40 + 2s ഹോൾ സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് സൈഡ് ഓഫ് ദ സ്മോൾ സ്ക്വയർ ഈക്വൽ ടു എത്ര മീറ്ററാ 40 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഇതിന് നമുക്ക് A2 എന്നിടാം. A2 ഈക്വൽ ടു എന്തായിരിക്കും 40 സ്ക്വയർ, ദാറ്റ് ഈസ് 1600 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ വലിയ ഏരിയയിൽ നിന്ന് ഈ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഏരിയ ഈ 1600 മീറ്റർ സ്ക്വയർ നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ A1 - A2 ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. A1 - A2 എന്താ 40 + 2s ഹോൾ സ്ക്വയർ മൈനസ് 1600. ഇനി 40 + 2s x + y ദ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ. ഇവിടെ എക്സിന് പകരം എന്താ 40 അല്ലേ, ഇത് എക്സ് ഇത് വൈ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ എന്താ 1600 പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ 40 ഇൻറ്റു 2s പ്ലസ് വൈ സ്ക്വയർ, അതായത് 4s സ്ക്വയർ. 2sൻ്റെ സ്ക്വയർ എന്താ 4s സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട് -1600. അപ്പോൾ ഈ 1600 മൈനസ് 1600 എന്തായി പോയി 0 ആയി പോയി, അത് ക്യാൻസലായി. ഇനി ബാക്കി ഉള്ള ടേം ഏതൊക്കെയാണ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 40 എന്താ 160s പ്ലസ് 4s സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ പാത്ത് നമുക്ക് എന്ത് കിട്ടി 160s പ്ലസ് 4s സ്ക്വയർ, അല്ലെങ്കിൽ 4s സ്ക്വയർ പ്ലസ് 160s. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ നമ്പർ പ്ലസ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈക്വൽസ് 10/3 ഫൈൻഡ് ദ നമ്പർ. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 10/3. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്ര, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് എക്സ് ബി ദ ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്താ 1/x അല്ലേ. അപ്പോൾ എക്സും 1/xും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 10/3 കിട്ടും. ഇനി ഇവിടെ ഒന്ന് സോൾവ് ചെയ്തേ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 10/, ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്താവും 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഈക്വൽ ടു 10 ഇൻറ്റു എക്സ്. ഇനി 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3x സ്ക്വയർ. 3 ഇൻറ്റു 1 എന്താ 3. ഇനി ഈ 10x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് -10x. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 3x സ്ക്വയർ മൈനസ് 10x പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി ഇത് നമ്മളെങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? ഇത് നമുക്കിവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യണം. അപ്പോൾ ഇവിടെ -10xനെ നമുക്ക് -9x മൈനസ് എക്സ് അല്ലേ, -9x പ്ലസ് -x എന്താ -10x. അപ്പോൾ ഇവിടെ 3x സ്ക്വയർ -9x മൈനസ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി ഇവിടെ 3x സ്ക്വയർ -9xൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത് 3x കോമൺ ആണ്. അപ്പോൾ 3x പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത് ഇനി x ഉണ്ട്. ഇനി ഇവിടെ എന്തുണ്ട് -3 ഉണ്ട് അല്ലേ. 3x പുറത്തേക്ക് എടുത്തു. ഇനി 9xൽ ബാക്കി 3 മാത്രമേ ഉള്ളൂ, x -3. ഇനി ഇവിടെ നമുക്കിവിടെ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു, -1 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് x. ഇനി ഇവിടെ എന്തുണ്ട് -1 ആണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ -1 ഇൻറ്റു എക്സ് -x. ഇനി ഇവിടെ 3ന്ന് -1 പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിൽ എന്തുണ്ട് -3 ഉണ്ട് അല്ല. -3 ഇൻറ്റു -1 ആണ് +3. +3ന്ന് -1 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ടാവും -3 ഉണ്ടാവും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. നമുക്കിവിടെ എന്ത് കിട്ടി 3x ഇൻറ്റു x -3 മൈനസ് x -3 രണ്ട് ടേമായിട്ട് കിട്ടി. അപ്പോൾ ഈ x -3 രണ്ടെണ്ണത്തിൽ എന്താണ് കോമൺ ആണ്. അപ്പോൾ x -3നെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. ഇനി ഓരോ ടേമിലും ബാക്കി എന്തുണ്ട് ഈ ടേമിൽ നിന്ന്
എക്സ് മൈനസ് 3 പുറത്തേക്ക് വന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്? 3x. ഇനി ഇവിടെ നിന്ന് എക്സ് മൈനസ് 3 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? -1 ഈക്വൽ ടു 0. എക്സ് മൈനസ് 3 ഇൻറ്റു 3x മൈനസ് 1 ഈക്വൽ ടു 0. ഇനി ഇത് ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ? എക്സ് ഈക്വൽ ടു, എക്സിന് ഏത് വാല്യൂ ആ? 0. ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ +3 അല്ലേ? 3 മൈനസ് 3 ആണ് 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 3. ഇനി 3x മൈനസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എന്താവും? 3x ഈക്വൽ ടു 0 പ്ലസ് 1, എക്സ് ഈക്വൽ ടു 1/3. അപ്പോൾ ഇവിടെ ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10/3 കിട്ടി. ഇനി ഈ നമ്പറും അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് 1/3യും ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? സെയിം തന്നെയാണ് അല്ലേ? ഇവിടെ 3 1/3, ഇവിടെ 1/3 + 3. അപ്പം നമ്പർ എന്താണ്? 3 അല്ലെങ്കിൽ 1/3.